ആഭ്യന്തര ഹാജിമാരുടെ എണ്ണം 50%, ആഗോള തീർത്ഥാടകരുടെ എണ്ണം 20% കുറച്ചതുമൂലമുള്ള അധിക സാമ്പത്തിക ബാധ്യതയ്ക്കൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ രൂപ നേരിടുന്ന തകർച്ചയും ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. വിദേശ ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാനുള്ള സൗദി സർക്കാർ തീരുമാനം വഴി ഹജ്ജിനുള്ള ചെലവ് 35%-ലേറെ വർദ്ധിച്ചേക്കുമെന്ന് ഹജ്ജ് സേവന സ്ഥാപനങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പുറമെ ഡോളറുമായി വിനിമയ മൂല്യം സ്ഥിരമായി ബന്ധിപ്പിച്ച സൗദി റിയാലിന്റെ മൂല്യം കുത്തനെ വർദ്ധിക്കുന്നതും തീർത്ഥാടകർക്ക് അധിക ബാധ്യതയാവും. കഴിഞ്ഞ വർഷം ഹജ്ജ് സമയത്ത് സൗദി റിയാലിന്റെ മൂല്യം 14 രൂപ നിരക്കിലായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു റിയാലിന് 18 രൂപയിലധികം നൽകേണ്ട സാഹചര്യമാണുള്ളത്. മുൻവർഷത്തേക്കാൾ 30%-ന് മുകളിലാണ് റിയാലിന്റെ മൂല്യത്തിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി മുഖേനയെത്തുന്ന തീർത്ഥാടകർക്ക് മക്കയിലെ ചെലവിനായി മുൻവർഷം നൽകിയിരുന്ന 2100 റിയാൽ തന്നെയാണ് ഇത്തവണയും ഹാജിമാർക്ക് ലഭിക്കുക. എന്നാൽ മക്കയിലെ സ്വാഭാവിക ചെലവ് വർധനവിനൊപ്പം ഹജ്ജ് സംബന്ധമായ മറ്റ് ചെലവുകളും ഇത്തവണ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. വിദേശികൾക്ക് ഏർപ്പെടുത്തിയ ലെവി ഉൾപ്പെടെയുള്ള പുതിയ നിയമങ്ങൾ കാരണം മൊത്തം ജീവിത ചെലവിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെയാണ് റിയാലിന്റെ മൂല്യം കുത്തനെ കൂടിയതുകൊണ്ടുള്ള അധിക ബാധ്യത. ഒരാഴ്ച മുൻപ് 18.40 വരെ റിയാലിന്റെ മൂല്യം ഉയർന്നിരുന്നു. ശരാശരി 2500 റിയാൽ സ്വന്തമായി സൗദി അറേബ്യയിൽ ചെലവിടുന്ന ഇന്ത്യൻ തീർത്ഥാടകന് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 10,000-ലധികം രൂപ അധികമായി ചെലവിടേണ്ടി വരും. രൂപയുടെ മൂല്യം ക്രമാതീതമായി ചോരുന്നത് തുടർ സംഭവമാകുന്ന സാഹചര്യത്തിൽ ഹജ്ജ് ചെലവ് മുൻകൂട്ടി പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണിപ്പോൾ. KCM അബ്ദുല്ല, മീഡിയ 1, റിയാദ്.